എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ ഒരു ചേച്ചി ഗുരുവായൂരുണ്ട് കേട്ടോ. കേൾക്കാം. ഹരേ കൃഷ്ണ. നമസ്കാരം ശ്രീ സാർ. എൻ്റെ പേര് സജിത. ഗുരുവായൂരിനടുത്ത് കുന്നംകുളത്താണ് വീട്. ഗുരുവായൂർ ഒരു ഹോട്ടലിലാണ് എനിക്ക് ജോലി. എനിക്ക് നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതെല്ലാവരോടും പങ്കുവെക്കണം തോന്നി. എനിക്ക് കണ്ണനെ പണ്ടേ വളരെ ഇഷ്ടമായിരുന്നു. പിന്നെ ഞാൻ വൈകിട്ട് വിളക്ക് വയ്ക്കും, പ്രാർത്ഥിക്കും, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെയായിരുന്നു ജീവിതം. ഒരു ദിവസം ഞാൻ ജോലിക്ക് വരുമ്പോൾ എൻ്റെ മനസ്സിൽ നാരായണ നാരായണ എന്നിങ്ങനെ പറയുന്നു. ഗുരുവായൂരെത്തും വരെ പിന്നെ മനസ്സിൽ നാരായണ നാമം മനസ്സിലുണ്ടാവട്ടോ എപ്പോഴും. എന്നും മഞ്ജുളാലിൻ്റെ അവിടെ തൊഴുതിട്ടേ ഞാൻ ജോലിക്ക് കയറാറുള്ളൂ. അപ്പോൾ അവിടെ ആരോ ഒരാൾ വിളക്ക് വെക്കുന്നുണ്ടാവും. പിന്നെ ഭഗവാന് മാല ഇട്ടിട്ടും ഉണ്ടാവും. കുറേ പൂക്കളൊക്കെ ഉണ്ടാവും. പാലത്തിൻ്റെ വർക്ക് നടക്കുന്ന ടൈമാണ് കേട്ടോ. അപ്പോൾ ഒരു ദിവസം വന്ന് തൊഴാൻ നിൽക്കുമ്പോൾ ഭഗവാന് മാലയില്ല, വിളക്ക് വെച്ചിട്ടുമില്ല. ഞാൻ ജോലിക്ക് കയറിയിട്ട് എനിക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല. ഭഗവാന്റെ ആ ഫോട്ടോയിലെ മുഖം മനസ്സിൽ വരുന്നു. ഞാൻ അന്ന് വീട്ടിൽ പോയി യൂട്യൂബ് നോക്കി മാല കെട്ടാൻ പഠിച്ചു. പിറ്റേന്ന് മുതൽ മാല കെട്ടി ആ ഫോട്ടോയിൽ ഇടാൻ തുടങ്ങിട്ടോ. വീട്ടിൽ ഫുള്ള് തുളസി നിറഞ്ഞുണ്ടാവാനും തുടങ്ങി. പിന്നെ ഞാൻ എല്ലാ വ്യാഴാഴ്ചയും അമ്പലത്തിൽ പോകും. പിന്നെ എപ്പോഴും എടനാട് രാജന്നാർ നമ്പ്യാർ സാറിൻ്റെ കണ്ണൻ്റെ കഥകൾ ഇരുന്ന് കേൾക്കുകയും സ്വസ്തിക പാർവതിയെ ഫോളോ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം കഥ കേട്ടപ്പോൾ താമരക്കണ്ണൻ്റെ കഥ കേട്ടു. താമരക്കണ്ണൻ എവിടെയായിരിക്കുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയി. അവിടെ തൊഴാൻ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ താമരക്കണ്ണൻ എവിടെയാ എന്ന് മാത്രമേ ചിന്ത ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ എൻ്റെ വീടിൻ്റെ അടുത്ത വീട്ടിലെ ഒരു ചേട്ടന് ജോലിയുണ്ട്. ആ ചേട്ടന് കൊടിമരത്തിൻ്റെ അവിടെയാണ് ഡ്യൂട്ടി. ഞാൻ ആ ചേട്ടനോട് എന്നെ ഉള്ളിൽ കയറ്റി തരുമോ എന്ന് ചോദിച്ചു. എന്നെ ഉള്ളിലേക്ക് വരിയിൽ കയറ്റി. ഞാൻ നാമം ചൊല്ലുമ്പോഴും എൻ്റെ മനസ്സിൽ താമരക്കണ്ണൻ എവിടെയാവും എന്നായിരുന്നു. ഭഗവാന്റെ അടുത്ത് എത്തി തൊഴുത് നീങ്ങുമ്പോൾ ഞാൻ എല്ലായിടത്തും പരതി നോക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മനസ്സിൽ മാത്രമുള്ള ഒരു കാര്യമാണിത്. അങ്ങനെ എല്ലായിടത്തും തൊഴുതിട്ട് എവിടെയും ഞാൻ കണ്ടില്ല കേട്ടോ. പിന്നെ ഇനി കിണറ്റിലാവുമോ ഉണ്ടാവുക എന്ന് കരുതി അവിടെ പോയി നോക്കി, അവിടെയില്ല. അപ്പോൾ ഒരു ചേട്ടൻ എന്നോട് എന്തേന്ന് ചോദിച്ചു. ഒന്നുമില്ലാന്ന് ഞാൻ ആക്ഷൻ കാണിച്ചു. അവിടെ നിന്ന് തിരിഞ്ഞു നടക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ അടുത്തുള്ള ചേട്ടനില്ലേ, അവിടെ ജോലിയുള്ള ചേട്ടൻ, എൻ്റെ കൈവന്ന് പിടിച്ചിട്ട് ചോദിക്കുകയാണ്, സജി നിനക്ക് താമരക്കണ്ണനെ കാണണ്ടേ എന്ന്. ഞാൻ അവിടെ നിന്ന് അനങ്ങാൻ പറ്റാത്തതുപോലെ ആയിട്ടോ. ഈ ചേട്ടൻ എങ്ങനെ ഇതറിഞ്ഞു? എൻ്റെ മനസ്സിൽ മാത്രമുള്ള കാര്യം. ഭഗവാൻ എൻ്റെ ഉണ്ണിക്കണ്ണൻ എല്ലാം അറിയുന്നുണ്ടായിരുന്നു ഇല്ലേ. അപ്പം ഗുരുവായൂർ തന്നെയുള്ള ചേച്ചിയാണല്ലേ. അപ്പോൾ എന്തൊരു സന്തോഷമായിട്ടാണ് ആ അനുഭവം അയച്ചു തന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായി ഇത് വായിച്ചപ്പോൾ. എന്തായാലും എല്ലാവരിലേക്ക് എത്തിക്കുക. വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം. ജോയിൻ ബട്ടണിലൂടെ എല്ലാ മാസവും 7 പേർക്ക് കൃഷ്ണ വിഗ്രഹം സമ്മാനം നൽകുന്നുണ്ട്. പിന്നെ ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഹരേ കൃഷ്ണ.